പ്രിയമുള്ളവരെ നമസ്കാരം. ദിയ കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ, അവർ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ വിശ്വസ്തരാണെന്ന് കരുതിയ 3 യുവതികൾ, അവരുടെ ജീവനക്കാർ വലിയ തട്ടിപ്പ്, 69 ലക്ഷം രൂപയോളം 70 ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ച് മാസങ്ങളായിട്ട് തൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൊണ്ട്, അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ മോശമായതുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും അവിടെ വിശ്വസ്തരാണ് എന്ന് താൻ കരുതി വിശ്വസിച്ചേൽപ്പിച്ച ആളുകൾ തന്നെ ഇത്രയധികം രൂപ കൊള്ള ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. കൊള്ള ചെയ്തു എന്ന് മാത്രമല്ല, ഇത് പിടിക്കപ്പെട്ട സമയത്ത് 8 ലക്ഷം രൂപയോളം തിരികെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുകയും പിന്നീട് ഇത് പുറത്തു വരും എന്നുള്ള സാഹചര്യം എത്തുമ്പോൾ പ്രത്യാക്രമണം എന്ന വണ്ണം കൗണ്ടർ കേസ് കൊടുത്തുകൊണ്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ജോലി കൊടുത്ത സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെ തന്നെ നട്ടാക്കുരുക്കാത്ത നുണകൾ പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു അവസ്ഥ, ഇത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇവരെന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? ഇവരുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മാധ്യമ സമൂഹം കാണിക്കുന്ന താല്പര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത്. കാരണം ഒരു മാധ്യമം എന്നുള്ളതല്ല, എല്ലാ മാധ്യമങ്ങളും നട്ടാൽ കുരുക്കാത്ത ഈ പെരും കള്ളം, ഈ പെരും കൊള്ള ചെയ്തിട്ട് ഇവർ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കള്ളത്തരം, അതിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് തങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ടാക്സ് വെട്ടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കസ്റ്റമറുടെ പണം തങ്ങളുടെ അക്കൗണ്ട് വഴി സ്വീകരിക്കണമെന്ന് അവർ നേരത്തെ തന്നെ, കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ശേഖരിച്ച പണം CCTV ഇല്ലാത്ത സ്ഥലത്തുകൂടി അവർ കൈമാറി, വളരെ പ്ലാൻഡ് ആയിട്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നു, വക്കീലുമായിട്ട് ആലോചിച്ചിട്ടാണ്, ഒരു നിയമവിദഗ്ധനുമായിട്ട് ആലോചിച്ചിട്ടാണ് ഇപ്പോഴുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമാണ്. ഒറ്റ കാര്യം നമുക്ക് മറ്റൊരു മുഖവുരയില്ലാതെ സ്ഥാപിക്കാം. ജാതീയത ഒരു വിഷയമായിരുന്നു എങ്കിൽ ഇവർക്ക് ആ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ നിന്ന് കൃത്യമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് ഈ 3 പെൺകുട്ടികളെയും മാറ്റി നിർത്തുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ടാക്സ് വെട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്രയധികം പണം മുടക്കി ഒരു സ്ഥാപനം നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് അത് പ്രായോഗികമായി വിജയിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തിയിട്ടായിരിക്കും ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫുകളോട് ടാക്സിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് കസ്റ്റമറുടെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങൂ എന്ന് പറയുന്ന അത്രയ്ക്ക് വിഡ്ഢികളായിട്ടുള്ള, അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു സംരംഭകൻ കേരളത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും, ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ആർക്കും കരുതാൻ വകയില്ല. മാത്രമല്ല, ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ജാതീയത പറയുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിൽ ടാക്സിന്റെ വിഷയം പറയുന്നു. നിരന്തരമായിട്ട് ഇവരോട് ഒരു മുതലാളി ചമഞ്ഞ് പെരുമാറിയിരുന്നു എന്ന് പറയുന്നു. ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് വന്ന സ്റ്റാഫിനോട് മുതലാളി ചമയല്ലാതെ ഇവരുടെ കാല് പിടിച്ച് ജോലി ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഇവർ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രവേശിച്ചത് എന്നറിയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇത്തരത്തിലുള്ള യാതൊരുവിധ നിലവാരവുമില്ലാത്ത ആരോപണങ്ങളും വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന 3 പെരുങ്കള്ളികളെ സമൂഹത്തിൽ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് എന്ത് ധാർമ്മികതയാണ് കേരളത്തിന്റെ ഈ മാധ്യമങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്.
ഇത്തരത്തിലുള്ള പ്രവണത വളർത്തുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മാധ്യമ സമൂഹം തയ്യാറായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇനി ഒരു സംരംഭകരും സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ആളെ എടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇനിയുള്ള നാടുകൾ വന്നു ചേരാൻ പോകുന്നത്. കാരണം എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക? മലയാളികളായിട്ടുള്ള കേരളീയരായിട്ടുള്ള ആളുകളുടെ തൊഴിലില്ലായ്മയും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഗണിച്ച് ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്കെടുക്കുന്ന സമയത്ത് ഒരു വർഷം കഴിയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിശ്വാസമാർജിച്ച് ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ ഉടമസ്ഥൻ, ആ സംരംഭകൻ, മുതൽ മുടക്കിയിരിക്കുന്ന ആള് വിശ്വാസമർപ്പിക്കുമ്പോൾ അതിനെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായിട്ട് കൊള്ളയടിക്കുവാനും ആ സ്ഥാപനത്തെ നശിപ്പിക്കുവാനും വേണ്ടിയിട്ട് അവിടെ ആ തൊഴിലാളി തയ്യാറാവുമ്പോൾ അത്തരത്തിലുള്ള നീക്കത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ട് പൊതുസമൂഹവും അതുപോലെ തന്നെ മാധ്യമങ്ങളും നിയമ സംവിധാനങ്ങളും എല്ലാം ഒരുപോലെ നിൽക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ പൊള്ളയായിട്ടുള്ള നുണപ്രചരണങ്ങൾക്ക് വേഗത കൂട്ടുവാൻ വേണ്ടിയിട്ട് സഹായമാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ കേരളത്തിന് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പോലീസ് അന്വേഷണം ആവശ്യമാണ്. മാത്രമല്ല ഇതില് ഇപ്പോൾ തന്നെ അവരുടെ ലൈവ് വീഡിയോയിലൂടെ ഈ നടൻ കൃഷ്ണകുമാറിന്റെ മകള് ഇതിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവര് കസ്റ്റമറോട്, ഈ സ്ഥാപനത്തിലെ കസ്റ്റമർക്ക് തെറ്റായിട്ടുള്ള QR കോഡ് കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ട് ചീറ്റ് ചെയ്യിപ്പിച്ച് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം തട്ടിയതിനെ സംബന്ധിച്ച് താല്പര്യമുള്ള എല്ലാ അവരുടെ കസ്റ്റമറോടും പരാതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മെയിൽ ID ഷെയർ ചെയ്ത് അതുവഴി അവര് അഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള പരാതികൾ കൂടി അവരുടെ കസ്റ്റമർ പുറത്തുവിട്ടപ്പോഴാണല്ലോ ഈ കള്ളക്കളി പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സ്ഥാപനത്തോട് താല്പര്യമുള്ള കസ്റ്റമർ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് പോകും. അത് എത്രയധികം കസ്റ്റമർ ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് പോകുന്നു അതിനനുസരിച്ചുള്ള നിയമ നടപടികളും മറ്റു പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ടാകും. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഇത്ര നാള് കൊണ്ട് നടന്ന ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് വേണ്ടി വന്നാൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടായാലും കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ കുറ്റം ചെയ്ത ആളുകൾക്ക് നൽകുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമ സംവിധാനം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റം ചെയ്ത ആളുകളെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന് ഇവിടുത്തെ മാധ്യമ സംഘം പിന്തിരിയേണ്ടതായിട്ടുമുണ്ട്. ഈ ഒരു മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും താല്പര്യവും കണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം കൂടി തോന്നിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്. പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.